നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശനും കെ സുധാകരനും നേർക്കുനേർ യുദ്ധത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ ചവിട്ടി പുറത്താക്കാനുള്ള ചില കളികളാണ് വലതുപക്ഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായ സുധാകരൻ മറ്റു ചില കളികൾ നടത്തുകയാണ്. അതായത് സതീശനെ വെട്ടാൻ സുധാകരനും, സുധാകരനെ വെട്ടാൻ സതീശനും കളി ഇറക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. തന്നെ വെട്ടിയൊതുക്കാൻ പിന്നിൽ നിന്ന് കളിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കസേര മോഹിക്കുന്ന എ ഗ്രൂപ്പിലെ ചില നേതാക്കളും ആണ് എന്നാണ് കെ സുധാകരൻ കരുതുന്നത്. തന്നോടൊന്ന് ചോദിക്കുകയോ താനുമായി ചർച്ചകൾ പോലും നടത്തുകയോ ചെയ്യാതെ ഇത്തരത്തിൽ നേതൃമാറ്റ ചർച്ചകൾ നടത്തുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് സുധാകരനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന സംഘടിത നീക്കം എവിടം വരെ പോകും എന്നറിയാൻ കാത്തിരിക്കുകയാണ് സുധാകരപക്ഷം. കണ്ണൂരിലടക്കം ഉജ്ജ്വല വിജയം നേടിയ സുധാകരനെ അപമാനിക്കുന്നത് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന അണികളിലും കടുത്ത അതൃപ്തിക്ക് കാരണമാകും. സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ അവർ സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് കണ്ണൂരിൽ ഒരു സംഘത്തെ തനിക്ക് വേണ്ടി സതീശനെതിരെ കൂരമ്പ് എറിയാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് സുധാകരൻ. കൃത്യമായ അവസരം വരുമ്പോൾ ആ സമയം നോക്കി തക്കം നോക്കി സുധാകരന്റെ ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങും എന്നാണ് വിവരങ്ങൾ. അപമാനിച്ചിറക്കി വിടാനാണ് തീരുമാനമെങ്കിൽ MP സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കും എന്നുള്ള നിലപാടിലേക്ക്, ആ കടുത്ത തീരുമാനത്തിലേക്ക് സുധാകരൻ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. KPCC പുനഃസംഘടനയിൽ തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കാനാണ് സുധാകരൻ ഒരുങ്ങുന്നത്. ഇതിനായി സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ സുധാകരൻ അടുത്ത ദിവസം കാണുന്നുണ്ട്. തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. തനിക്കെതിരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത് എന്നും സുധാകരൻ പരാതിപ്പെടും എന്നാണ് വിവരങ്ങൾ. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ സുധാകരൻ അസ്വസ്ഥനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. KC വേണുഗോപാലിലൂടെ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി നേരിട്ട് അറിയിക്കുകയാണ് ലക്ഷ്യം. തന്നെ മാറ്റാൻ വേണ്ടിയാണോ ദീപാദാസ് മുൻഷി ഓരോ നേതാക്കളെയും നേരിൽ കാണുന്നത് എന്ന് തന്നോട് പറയണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകളായി മുതിർന്ന നേതാക്കളെ ദീപാദാസ് മുൻഷി കണ്ടിരുന്നു. തന്നെ വിശ്വാസത്തിലെടുക്കാതെ എന്തുകൊണ്ടാണ് പുനഃസംഘടന തീരുമാനമെന്നാണ് സുധാകരന്റെ ചോദ്യം. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങില്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാനും താനില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമില്ല. തന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണെന്നും കെ സുധാകരൻ പറയുന്നു. എന്നാൽ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണ് മുതിർന്ന മറ്റു ചില നേതാക്കൾ. വർക്കിംഗ് കമ്മിറ്റി അംഗമായ AK ആന്റണിയും സുധാകരനെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ്. കൂടാതെ ശശി തരൂർ, രമേശ് ചെന്നിത്തല എന്നിവരും KPCC അധ്യക്ഷനെ പിന്തുണയ്ക്കുന്നുണ്ട്. K മുരളീധരനും സുധാകരൻ തന്നെ തുടരട്ടെ എന്ന നിലപാടിലാണ്. സുധാകരനെ മാറ്റണമെന്ന് ഒരു നേതാവും പരസ്യമായി ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നാമ്പുറത്തു കൂടിയാണ് ചരടുവലി നടത്തുന്നത്. അതിന് മുന്നിൽ നിന്ന് കളിക്കുന്നത് സതീശനാണ് എന്ന് സുധാകരൻ പറയുന്നു.